ഒരു കാക്കനെ പിടിച്ചേട്ടെ കാക്കനെ പിടിച്ചേട്ടെ നമുക്ക് വീട്ടിൽ ഇല്ലല്ല ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ള അയർലാൻഡിൽ കോർക്ക് എന്ന് പറഞ്ഞ ഒരു കൗണ്ടിയിലാണ് നമ്മളുള്ളത്. കോർക്ക് എന്ന് പറയുന്ന കൗണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റേറ്റാണ് നമ്മൾ കോർക്ക് എന്ന് പറയുക. കോർക്ക് എന്നൊരു സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നുള്ളത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഫോട്ട വൈൽഡ് ലൈഫ് ഒരു കാണാനായിട്ട്. ഫോട്ട വൈൽഡ് ലൈഫ് നമ്മുടെ ഒരു പാർക്കാണ്. ഫോട്ട വൈൽഡ് ലൈഫ് പാർക്കാണ്. നമ്മുടെ നാട്ടിലെ വൈൽഡ് ലൈഫ് പാർക്കാണ് ഇവിടുത്തെ. അപ്പം നമുക്ക് ശരിക്കും ഞങ്ങളിവിടെ എത്തി. നമ്മുടെ കോർക്കിലെത്തി വൈൽഡ് ലൈഫ് പോർട്ടിലാണുള്ളത്. അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമ്മളിനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം, ഓഫ്ലൈനിൽ എടുക്കാം. എന്തായാലും നമുക്കിനി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. അപ്പോൾ നല്ലൊരു വിശാലമായ പാർക്കിംഗ് ഏരിയ നമുക്ക് പുറകിൽ കാണാം. പുറകിലെല്ലാം നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എന്ന് പറയാൻ വൈൽഡ് ലൈഫാണ്. കംപ്ലീറ്റ്ലി വൈൽഡ് ലൈഫ് പാർക്കാണ്. വൺ ഓഫ് ദ ഫേമസ് ആണ്. അയർലൻഡിലെ ഒരു ഫേമസ് പാർക്കും കൂടിയാണിത്. അപ്പം നിത്യം ജോക്കുട്ടനും ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. പുറകിലവരും യാത്ര ചെയ്ത് എല്ലാവരും ഒന്ന് വാമ്പായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഒരു കിഡിലം വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്ക്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ അടിപൊളി വീഡിയോ. നമുക്ക് ശരിക്കും ഡബ്ലിനിൽ നിന്ന് ഏകദേശം 270 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കോർക്കിലോട്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി, കോർക്ക് എത്താറായി. അപ്പം നമ്മൾ ഇന്ന് പോകുന്നൊരു കിട്ടുന്ന സ്ഥലമാണ് ഫോട്ട വൈൽഡ് ലൈഫ് പാർക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഫോട്ട വൈൽഡ് ലൈഫ് പാർക്ക്. അപ്പോൾ ഇതിന് ശരിക്കും കുറേ പ്രത്യേകതകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി പാർക്കാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു ഫുൾ ഡേ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. അവർ പറയും ഏകദേശം നമുക്കൊരു 3 മണിക്കൂർ പോലും 4 മണിക്കൂർ കൂടെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പം ഇത് വരുന്നത് കോർക്കിലാണ്. അപ്പോൾ കോർക്കിലുള്ളവർക്ക് ഇത് നല്ല ഫേമസ് ആണ്. നമുക്ക് ഡബ്ലിനിലുള്ളവർക്ക് ഇത് ശരിക്കും അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂറിസം സ്ഥലമാണ്. നല്ലൊരു വ്യൂവും കാര്യങ്ങളുമാണെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പാർക്കിങ്ങിലോട്ട് പോകാം. പാർക്കിംഗ് എല്ലാം അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കൊന്നും നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ എൻട്രി ചെയ്യണം. എനിക്കൊന്നും ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഗേറ്റ് പോലെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇവിടെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. എപ്പോഴാണ് എൻട്രി ചെയ്യുന്നത്, എപ്പോഴാണ് ലാസ്റ്റ് എൻട്രിക്ക് അവൈലബിലിറ്റി ഉള്ളതെന്നെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം, വീഡിയോയിൽ തന്നെ പറയാം. എന്തായാലും നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോഴത്തെ പാർക്കിംഗ് നോക്കാതെ നമുക്ക് അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരാൾ പറഞ്ഞു തന്നു ഇവിടെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിൽ പോയിട്ട് നിർത്തിയിടാം. വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പം നിറച്ചും പാർക്കിംഗ് ആയിട്ട് നല്ല അടിപൊളി പാർക്കിംഗാണ്. പാർക്കിങ്ങിന് ഫീ ഉണ്ട്. പാർക്കിംഗ് ഫീ എന്ന് പറയുമ്പോൾ 3 യൂറോ ആണ് പാർക്കിംഗ് ഫീ വരുന്നത്. അപ്പോൾ ടോട്ടൽ പാർക്കിംഗ് ഫീ ഇത്ര മണിക്കൂറിനൊന്നല്ല, 3 യൂറോ ആണ് ടോട്ടൽ പാർക്കിങ്. നല്ല ഇഷ്ടം പോലെ പാർക്കിംഗ് ആണ്. വിശാലമായിട്ട് എന്തോരം പാർക്കിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളി പാർക്കിങ്ങാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ ചെറിയൊരു കാർഡ് കാണുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. എന്തായാലും ചെറിയൊരു ഡ്രിസിലിംഗ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. എന്തായാലും ഡ്രസ്സിലിംഗ് ആയാലും ഇവിടുത്തെ നമുക്ക് ഡ്രസ്സിലിംഗ് അത്ര നേരം ഉണ്ടാവില്ല. ചോക്കിട്ടൊരു കേക്കെല്ലാം പിടിച്ച് നടക്കുകയാണ്. അപ്പം അധികം നേരം ഡ്രസ്സിലിംഗ് ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു ഫാമിലിയും കൂടെ വരാനുണ്ട്. നമ്മുടെ സ്വന്തം ജോബി ചേട്ടനും ടീംസ് വരാനുണ്ട്. ജോബി ചേട്ടനും വൈഫും എല്ലാവരും കൂടെ എത്താനുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർക്ക് 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ഉണ്ട്. അവരുടെ ഇടയിൽ എന്തോ സാധനം മേടിക്കാനെല്ലാം കയറിയതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രിസിലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് കയറി വരുമ്പം ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു കോടയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വ്യൂ. നമ്മൾ പാർക്കിംഗ് വരുന്നു. പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോട്ട സ്കൂട്ടേഴ്സ് ആൻഡ് ഫോളോയിങ്സ് അവിടെ അല്ല. ജോയിൻ അവർ ഫോട്ട പ്രൈഡ്, ബിക്കം എ മെമ്പർ ടുഡേ ഫോട്ട. സോ ഇതാണ് നമുക്ക് വരുമ്പോൾ ഒരു ജിറാഫിനെല്ലാം കാണാം. അടിപൊളിയായിട്ട് ജിറാഫ്. ഇവിടെ ഒരു വേറെ എന്തോ സംഭവം ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആണെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ള 2 വലിയ ജിറാഫിൻ്റെ പ്രതിമയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഓഫീസ് അവിടെയും അപ്പുറത്തും ഒരു ഓഫീസുണ്ട്. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇതാണ്. നമുക്ക് ടൈമിങ് കാര്യങ്ങളെല്ലാം എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങൾ വരാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും ടൈമിംഗ് എല്ലാം.
ഡെയിലി ഓപ്പണിംഗ് 9:30, ലാസ്റ്റ് എൻട്രി 4:30, ഗേറ്റ് ക്ലോസ് 6 മണി വരെ ഉണ്ട്. പിന്നെ ചാർജസും കാര്യങ്ങളും പ്രൈസും എല്ലാം ആണ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ പരസ്യവും കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പുലിയുണ്ട്, കാണ്ടാമൃഗമുണ്ട്, ഇതെല്ലാം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഇതെല്ലാം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പുലിനെയും കുരങ്ങിനെയെല്ലാം കാണാം. ഇവിടെ എൻ്റെ എഴുതിയുണ്ട് 40 years of celebration, celebrating 40 years of conservation in action എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിത്യം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വായിക്കുകയാണ്, ആനുവൽ പാസ് എൻട്രി എല്ലാം കാര്യങ്ങളും. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എൻട്രിയും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. ടിക്കറ്റ് എൻട്രിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം, അവിടെ ചേച്ചിരിക്കുന്നുണ്ട്. ഫുൾ സെറ്റ്. ജോബ് ചേട്ടാ എല്ലാ സാധനം ഉണ്ടോ? ജോബ് ചേട്ടാ കംപ്ലീറ്റ് ടസ്ക് മൊത്തം വാങ്ങിയെന്ന് നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന കൂട്ട് സിംഹവാലം കുരങ്ങിനാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അതുപോലത്തെ സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു മിനിറ്റ്, ഇതും കൂടി തൊപ്പി പോലത്തെ തോതാ പിടിച്ചോ. നമ്മൾ ഈ സാധനത്തിനാണ് ഗുറസ കൊളംബസ് ആണ് ഇതിനകത്ത്. ആണോ? നമുക്ക് ഇവിടെ നല്ലൊരു ചീറ്റ, കിണ്ണം കച്ചൊരു ചീറ്റ നമുക്കിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അടിപൊളി കേട്ടോ, ചീറ്റ സെറ്റായിട്ട് നടന്നു പോകുന്നത്. ചീറ്റയുടെ ചെറിയ കൂടും കാര്യങ്ങളും എല്ലാം. ചീറ്റ ഇവിടെയാണെങ്കിൽ നമുക്കൊരു ചീറ്റ നമുക്ക് വേണ്ടി പോസ് ചെയ്ത് തരുന്നു. നല്ല സ്റ്റൈലും രീതിയിലാണ് പോസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കിട്ടുന്ന ഫോട്ടോസാണ് ചീറ്റയുടെ കൂടെയുള്ള. ഇവിടെ കുറേ കല്ലും പാറയെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ പാറയിലൊക്കെ ഉണ്ട് നടക്കാനായിട്ട്. നല്ല ത്രില്ലായിട്ട് നടക്കാം. ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. പാറ മുകളിൽ കൂടെ നമുക്കിങ്ങനെ നാട്ടിലെ പോലെ. ഇതോടെ വീഴില്ല. ഇത് മറ്റേ ഒട്ടകപക്ഷിയില്ലേ ഇത് സാധനം. ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മെല്ലെ ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ മെല്ലെ ചാടി നടക്കുകയാണ്. ഇത് ഓസ്ട്രേലിയ എന്ത് സാധനം? ഇത് ഓസ്ട്രേലിയ ഒട്ടപക്ഷി രണ്ടെണ്ണം അവിടെ നല്ല ചൂടും വെയിലും കൊണ്ട് കിടക്കുക. ഒട്ടപക്ഷി പുല്ല് ഇതെന്നാ സ്പീഡ് ഓടുന്നറിയോ? നോക്കിയെന്നല്ല കൊത്തു തരും. എൻ്റെ ഇടയിൽ കൂടെ ഒറ്റ കഴുത്തിന് നീണ്ടല്ല, കുഞ്ഞി കഴുത്തല്ലേ, കഴുത്ത് നീണ്ടു പോരും. കണ്ടുപിടിച്ചോ? ഫെൻസ് ഒന്നുണ്ട്. പോപ്പൂസൊരു കാക്കനെ പിടിച്ചേരട്ടെ, വീട്ടിൽ കൊണ്ടുപോകാൻ പിടിച്ചേട്ടെ. ഒരു കാക്കനെ പിടിച്ചേട്ടെ, കാക്കനെ പിടിച്ചേട്ടെ നമുക്ക് വീട്ടിൽ. ശരിക്കും അങ്ങ് ദൂരെ നമുക്കൊരു മാന കാണാം കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം കൂടെ വേറെ ഫൈറ്റ് ചെയ്യാണ്. ശരിക്കും കുത്തി ഭയങ്കര ഫൈറ്റ് എടുത്താണ്. നല്ല രസമുണ്ട് കാണാൻ. ചെറിയൊരു മാനും പോത്തിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ട വേറെ എന്ത് സാധനം, അതിൻ്റെ പേരെനിക്ക് അറിയില്ല കേട്ടോ, എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അത് ഇവിടെ മാത്രം കാണുന്നതാണെന്ന് തോന്നുന്നു ജീവി. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഫൈറ്റാണ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ് നടക്കുന്നത്. മാൻ ഇവിടുന്ന് തിരിച്ച് അതേ സ്പീഡിൽ ഓടിയ മാനിൻ്റെ കൂട്ടങ്ങളിൽ പോയി അതാണ് അവൻ്റെ കൂട്ടത്തിൽ കയറി. ഇപ്പോൾ നമുക്കൊരു സീബ്രേനെ കാണാം കേട്ടോ. സീബ്രേനെ എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്കും ആദ്യമായിട്ട് കാണുകയാണ് സീബ്രേനെ. കാര്യം നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിലും ഞാൻ എവിടെയും പാർക്കിൽ പോയപ്പോൾ നമ്മൾ സീബ്രേനെ കണ്ടിട്ടില്ല. സീബ്രേനെ ആദ്യമായിട്ടാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു ഒട്ടകപക്ഷിയുണ്ട്. രണ്ടുപേരും കൂടെ. ഇതാണ് ഇവിടെ നമുക്ക് ട്രെയിൻ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ട്രെയിൻ ഫെസിലിറ്റി €1 വൺ സൈഡിൽ നിന്ന്. ഇല്ലില്ല, ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന
ജിറാഫിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്ന സ്ഥലമാണ്. അവരൊരു എനിക്കൊരു ഗുഹ പോലത്തെ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ജിറാഫിൻ്റെ ഹിസ്റ്ററി എക്കോ ഉണ്ട്. ഇല്ല, ജിറാഫിൻ്റെ ഹിസ്റ്ററി, കാലിൻ്റെ സൈസും എല്ലാം കണ്ടില്ലേ? ആ, ജിറാഫിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലമാണ്. ചരിത്രങ്ങൾ ഇതാണ് ഇതിൻ്റെ ഇതാണ്. Then they spend most of their life standing up. They sometimes sleep and give birth standing up. Okay? We are sleep between 10 minutes and 2 hours a day. The shortest sleep required of any mammal. Correct? Okay, miss. Yes, miss. Sure, miss. They ate 30 of each day. ഇവിടെ ശരിക്കും ഒരു ജിറാഫിൻ്റെ അനാട്ടമിക് കാര്യങ്ങളാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഓരോരുത്തർ അത് കണ്ട് പുറത്തിറങ്ങി വന്നു. എന്തായാലും ഒരു നല്ലൊരു ഫീലാട്ടോ. കാരണം നമുക്ക് ജിറാഫിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എന്താണ് ജിറാഫ്, എങ്ങനെയാണ് ജിറാഫിൻ്റെ ജീവിതം എന്നെല്ലാം ഉള്ളത് കംപ്ലീറ്റും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു ഹട്ടും കാര്യങ്ങളും നല്ലൊരു ഡിസൈനിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു ഹട്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഈ ഹട്ട് എന്തായാലും. പിന്നെ നമുക്ക് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്, കാരണം അത്രയും വാസ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്വന്തം ക്യാമറമാൻ ചോദിച്ചത് വരുന്നുണ്ട്. പിടിച്ചോ പോപ്പൂസിനെ പിടിച്ചോ. പോപ്പൂസിനെ പിടിക്കും. നമുക്ക് നെക്സ്റ്റ് പോകാനുള്ള ഒരു ഏഷ്യൻ സാങ്ച്വറിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എന്തൊക്കെ അവിടെ കാണാമെന്നുള്ളതും ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ റെക്കമെൻഡ് റൂട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഏഷ്യൻ സാങ്ച്വറി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി ലയണുണ്ട്. എനിക്ക് തോന്നുന്നു ലയൺ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണെന്ന്. അച്ഛൻ അങ്ങനെ വലിയ അനക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടുന്ന് കുറച്ച് സൗണ്ടും കാര്യങ്ങളെല്ലാം ഇട്ട് നോക്കി, പക്ഷേ അച്ഛനെ അനക്കൊന്നുമില്ല. അച്ഛൻ ഭയങ്കര പാവമായിട്ട് കിടക്കുകയാണ്. ഒരു ആൺസിംഗമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പെൺസിംഗത്തിനും കൂടെ കാണാമായിരുന്നു ആ ഒരു സൈഡിലോട്ട് നോക്കുമ്പം. പക്ഷേ നമുക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും അടിപൊളിയാട്ടോ. നമുക്ക് സിമ്പിൾ കണ്ടതാണ് ഞാൻ പറഞ്ഞ പെൺസിംഗം ഇതാണ്. അപ്പോൾ രണ്ടുപേരും എനിക്കൊന്നും ഫുഡെല്ലാം അടിച്ച് നല്ല വിശാലമായിട്ട് നല്ല വെയിലും കൊണ്ട് കിടക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് നല്ലൊരു വെതറും കൂടിയാണ് ഭാഗ്യത്തിന് കിട്ടുക. കാരണം അയർലൻഡിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വെതർ എങ്ങനെയാണെന്നുള്ളത്. അവരുടെ ഇടയിൽ തന്നെ ഒരു എനിക്കറിയില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണോ അതോ ഒരു ഓൺ ആയിട്ടുള്ളതാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ളൊരു പരിപാടിയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതും ഒരു അടിപൊളിയാട്ടോ. ഈ വണ്ടിയിലാണ് അവർ ഫുഡ് കൊടുക്കാനും പുല്ല് കൊടുക്കാനും അതൊരു പെണ്ണാണ് ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്പോർട്സിനകത്തൂടെ അവർക്ക് മഡിൻ്റെ അകത്തോട് ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. അപ്പം ഇതാണ് ഗൈസ് റൈനോ. നമുക്കറിയാം റൈനോ എന്ന പവർഫുൾ ആനിമലാണ് നമുക്ക് റൈനോ. സോ റൈനോയും അതിൻ്റെ കുഞ്ഞുമാണെന്ന് തോന്നുന്നു തൊട്ടടുത്തുണ്ട്. ഇവിടെ നിറച്ചും ചെളിയാട്ടോ, ഒരു രക്ഷയില്ല. ഈ റൈനോകൾക്ക് എനിക്ക് തോന്നുന്നു അവരുടെ വെതറിന് അവരുടെ തൊലിയുടെ ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവർക്ക് ചെളിയോടായിരിക്കും കൂടുതൽ ഇതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അതായത് നിറച്ചും ചെളിയാണ്. ഇവിടെ നോക്കിയ ഒരു ചെറിയ പുഴയുണ്ട്. പുഴയല്ല, ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വേറെ താറാവിൻ്റെ പോലത്തെ പല വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള ബേർഡ്സിനെ കാണാം. ഇവിടെ അങ്ങനത്തെ കുറേ ബേർഡ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. റൈനോട് വേറൊരു ടീം ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ചെറുതായിട്ട് പുല്ലെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം മച്ചാമാരെ ഇതാണ് ജോബ് ചേട്ടൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ജോബ് ചേട്ടൻ നാട് എവിടെയാണ്? തൊടുപുഴയാണ്. അപ്പോൾ ജോബ് ചേട്ടൻ്റെ വൈഫുണ്ട്,
ബാക്കി 4 പിള്ളേരുണ്ട്, 3 ആൺപിള്ളേരും ഒരു പെൺകൊച്ചുമാണ്. ജോബി ചേട്ടൻ ഇവിടെ പല പല പരിപാടികളുമായിട്ടാണ് അയർലാൻഡിലുള്ള. ജോബി ചേട്ടൻ്റെ വൈഫ് അനു എന്നാണ് പേര്, കാണിച്ചു തരാം. പുള്ളിക്കാരൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അനുചേച്ചിയും നിത്യയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ജോബി ചേട്ടൻ എങ്ങനെയുണ്ട് അയർലാൻഡ്? സൂപ്പർ. അപ്പോൾ അടുത്ത് നമുക്കിവിടെ കാണാവുന്ന ഒരു ടൈഗർ ഫോറസ്റ്റ് ആണ്. ടൈഗർ ഫോറസ്റ്റ് നമുക്ക് പുലിയെ നേരിട്ട് കാണാം എന്നുള്ള സെറ്റിലാണ്. നല്ലൊരു ഫുള്ള് ഇത് കവേർഡാട്ടോ, ഫുള്ളി കവേർഡും സേഫായിട്ടും കാര്യങ്ങളെല്ലാം ആണ്. നമുക്ക് അകത്ത് പുറത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇതൊരു ഗ്ലാസ്സാണ്, ഗ്ലാസിൻ്റെ അകത്തോടെയാണ് കേട്ടോ നമ്മൾ ഈ പുലിനെ ശരിക്കും കാണുന്നത്. ഈ പുലി ശരിക്കും ഈ പുലി നേരത്തെ കണ്ട ലയണിനെ പോലെ തന്നെ ഫുള്ള് ഫുഡ് അടിച്ച് ആശാൻ ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവരാരും പിന്നെ പ്രത്യേകിച്ച് അനങ്ങുന്നൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കിടക്കുകയാണെന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര അടിപൊളിയാട്ടോ. നമുക്കിത് കാണുമ്പം ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറേ ഫോട്ടോസെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണാം. എന്തായാലും സെറ്റാണ്. നമ്മളിവിടെ പുലിനെയും കുറേ തട്ടിയെല്ലാം നോക്കി, പക്ഷേ പുലി അനക്കവും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പുലി അടുത്ത് വന്നിരുന്ന അടിപൊളിയായിരുന്നു. നമുക്കതിൻ്റെ ആ ഒരു ഇതിലുള്ള ലെവലിലുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാമായിരുന്നു. അപ്പം ഫൂട്ട വൈൽഡ് ലൈഫ് പാർക്കിനെ പറ്റി പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു 100 ഏക്കറിലാണ് നമ്മുടെ ഈ പാർക്ക് വരുന്നത് കേട്ടോ, ഈ വൈൽഡ് ലൈഫ് പാർക്ക് വരുന്നത്. ഫൂട്ട ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇതുള്ളത്. ഫൂട്ട ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൗണ്ടി കോർക്കിലാണ് വരുന്നത്. അയർലാൻഡിൽ തന്നെയുള്ള കൗണ്ടി കോർക്കിലാണ് വരുന്നത്. 1983 ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തത് അവർ. ഇതൊരു ഇൻഡിപെൻഡൻ്റ്ലി ഫണ്ടഡ് ആണ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റോ ചാരിറ്റി അങ്ങനത്തെ സംഭവത്തിന് വേണ്ടിയല്ല, ഇൻഡിപെൻഡൻറ്റ് ഫണ്ടഡ് ആണ്. ഇവിടെ ശരിക്കും 2017 കണക്കനുസരിച്ച് ഏകദേശം 4.5 ലക്ഷം ആൾക്കാർ 2017 വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2018 ഇപ്പോൾ 2024 അപ്പോൾ അതിലും കൂടുതൽ പേര് അതിന് ശേഷമുള്ള കാലയളവിൽ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു ഹൈലൈറ്റ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. ബാക്കി ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ ഫുഡ് അടിക്കാൻ വന്നു. ഇവിടെ നമുക്ക് നല്ല പിസ്സയും കാര്യങ്ങളെല്ലാം കിട്ടും. നല്ല ചൂടായിട്ടുള്ള പിസ്സ, അതുപോലെ സ്നാക്സ് ആയാലും ടീ ആയാലും കോഫി ആയാലും കിട്ടും. ഇതിന് ഒരു സ്പെഷ്യൽ ഏരിയ തന്നെയുണ്ട് നമുക്ക് ഫുഡ് അടിക്കാനായിട്ടെല്ലാം വേണ്ടിയിട്ട് നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ഞങ്ങൾ മാഗ്രേറ്റോ പെപ്പറിയോണി രണ്ട് രീതിയിലുള്ള പിസ്സയും ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ലൊരു ഹട്ട് സ്റ്റൈലിലാണ്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ജോബ് ചേട്ടൻ വാങ്ങിയ ടെസ്കോയിൽ നിന്ന് വാങ്ങിയ ഫുഡും അതുകൂടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയ ഫുഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത്, പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് ഫുഡും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് അടിച്ചു. കാരണം ഞങ്ങളുടെ കാപ്പിയൊടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാപ്പിയൊടി അല്ല, ലഞ്ച് ടൈമാണ് ശരിക്കും നമുക്കത്. അപ്പോൾ ഒരു ബ്രഞ്ച് പോലെ ഞങ്ങൾ ഇവിടെ നിന്നാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും രാവിലെ കഴിച്ചു. ഞങ്ങൾ 2 ഫാമിലി ആയാലും അത് രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ശരിക്കും ഏകദേശം 30ഓളം മാമൽസും 50ഓളം ബേർഡ് സ്പീഷീസും ഉണ്ടെന്നാണ് ഇവരുടെ കണക്ക് പ്രകാരമുള്ളത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പല ആനിമൽസും ഇവിടെയുണ്ട്. ഇവിടെ റെയർ സ്പീഷീസ് ആയിട്ടുള്ളതും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ഒരു ചെറിയൊരു കുരങ്ങിനെ കാണാം. നമ്മുടെ കരിങ്കുരങ്ങ് പോലത്തെ സംഭവമാണ് ഒരു കുരങ്ങാണെന്ന് തോന്നുന്നു കേട്ടോ, പിടുത്തൊന്നുമില്ല. പാണ്ടടി നല്ല രസമുണ്ട്. ഇതാണോ നോക്കണ മരത്തെ കൂടെ നടക്കണവരാ. പോപ്പൂസ് ഒരു രക്ഷയില്ല. കാക്കയുടെ പുറകെ തന്നെ ഫുൾ ഓട്ടമാണ്. കാക്ക എവിടെ കണ്ടാലും കാക്കയുടെ പുറകെ ഓടും കാക്കയെ പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ എൻട്രി വരുന്നത് രാവിലെ 9:30 ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് എൻട്രി ഇവിടെ അലൗഡ് ചെയ്യുന്ന ഒരു 4:30 ആണ് ലാസ്റ്റ് എൻട്രി വരുന്നത്. എനിക്കൊരു 5:30 വരെയാണോ 6 മണി വരെയാണ് ഇവിടുത്തെ നമുക്ക് എൻട്രി ടൈമും അതുപോലെ എക്സിറ്റ് ടൈമും വരുന്നത്. അതാ ഞാൻ കണ്ട സാധനം. ഓടിക്കല്ല മെല്ലെ 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 പോയാൽ സൈഡിൽ കൂടെ പോയാൽ അത് നിൽക്കും. മയില്, പക്ഷികള്, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ മയിലുകൾ, അതുപോലെ പല ബേർഡ് സ്പീഷീസും കാണാം. പല വെറൈറ്റിയിലുള്ള
കുറേ ബേർഡ് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇത് പിന്നെ നമുക്കിങ്ങനെ ചെറുതായിട്ട് രീതിയിൽ ഫുഡ് കൊടുക്കണ്ട. ശരിക്കും നമുക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ലെന്നാണ്. നമുക്ക് വേണമെങ്കിൽ ആരും കാണാത്ത വേണമെങ്കിൽ കുറച്ച് ഫുഡെല്ലാം കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയതായിട്ട് ഞങ്ങൾ ചെറിയ ഫുഡാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുക. എന്തായാലും വളരെ അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് മൈനൽ ഇത്ര അടുത്ത് കാണാമെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം മൈനൽ നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു ഇതിൻ്റെ അകത്ത്. ഈ ഒരു സാധനം വമ്പ സംഭവമാട്ടോ. ഇതിൻ്റെ ഇതൊന്നും തുറന്നൊന്നും ഒരു രക്ഷയില്ല. അതുപോലെ വലുപ്പം നമ്മുടെ തലയിൽ സിമ്പിളായിട്ട് എൻ്റെ വായിക്കകത്ത് കയറും. അത്രയും വലിയ ഇതാണ്. ഒരു രക്ഷയില്ലായിരുന്നു. ഇത് ശരിക്കും തുറന്ന് കാണിച്ചിട്ട് പോകും. അത് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ സ്പീഡ് പോയി. പിന്നെ നമുക്ക് ഇവിടെ നല്ല കുഞ്ഞി പെൻക്വിൻസിനെ കാണാമായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു. ഈ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് എടുക്കാൻ തോന്നും. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പെൻക്വിൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് പാണ്ട കേട്ടോ. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടില്ല, അത് പാണ്ട ഉണ്ടായിരുന്നു. പോപ്പൂസിൻ്റെ വികൃതി കാണണം. ജോബി ചേട്ടൻ പോപ്പൂസിനെ പിടിച്ച് തരച്ചാണ്. പിടിച്ച് അവിടെ ഒരു ചെറിയ കഷ്ണം കമ്പുണ്ട്, അതിലോട്ട് പോപ്പൂസിനെ എടുത്ത്. പോപ്പൂസ് പേടിയൊന്നുമില്ലാതെ ഇരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല. അച്ഛൻ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നോക്കി. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ കൂടെ നമുക്കിവിടെ കിട്ടും. എന്തായാലും കിടലൻ സ്ഥലമായിരുന്നു. നമുക്കൊരു 1 ഡേ സ്പെൻഡ് ചെയ്യാനാവട്ടെ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ടയേർഡായി. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് നമ്മൾ ട്രെയിൻ എടുക്കാം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചെറിയ ട്രെയിൻ പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് €1 കൊടുത്ത് നമുക്ക് വരാനും അതുപോലെ തന്നെ വീണ്ടും €1 കൊടുത്ത് നമുക്ക് തിരിച്ച് പോകാനും പറ്റും. ഇവിടെ ട്രെയിൻ എടുക്കാം. ട്രെയിൻ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നടക്കാനും ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പേരൻസിനെ കൊണ്ട് വരുവാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടലം സ്പോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വല്ല പേരൻസെല്ലാം വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ അടിപൊളി സ്പോട്ടാണ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി. ഒരു രക്ഷയില്ലായിരുന്നു. അത്രയും ലേറ്റായിപ്പോയി ആണ് നമ്മൾ അവിടുന്ന് പോലെ. നമ്മൾ ഞങ്ങൾക്ക് 2.25 മുതൽ 3 മണിക്കൂർ ഡ്രൈവുണ്ട്. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളും. എന്തായാലും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അയർലാൻഡ്. നിങ്ങൾ വന്നാൽ കോർക്കിലെ ഈ ഫൂട്ട വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ദിവസത്തെ നമുക്ക് ആ തലേന്നുള്ള ക്ലോസിങ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ നമുക്ക് നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിനി പ്രായവർക്കാണെങ്കിൽ അവർക്കുള്ള അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇതുപോലെ ഞങ്ങൾ പറഞ്ഞ ട്രെയിൻ എടുക്കാം, ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ കുറേ ഉപകാരങ്ങളുണ്ട്. അതുപോലെ വാഷ്റൂംസ് ഉണ്ട്. ചെറിയ നമുക്ക് ഫുഡ് സ്നാക്സ് കഴിക്കാനുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് പല വെറൈറ്റീസുള്ള ആനിമൽസും കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ വേറെ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് അവിടെ നിന്ന് കാണുന്ന പല കാഴ്ചകളും നമുക്കൊരു കൗതുകമാണ് എപ്പോഴും. അതുപോലെ തന്നെ നല്ലൊരു ഡ്രൈവും കാര്യങ്ങളുമാണ്. നല്ല റോഡും കാര്യങ്ങളെല്ലായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും. ഡബ്ലിന്ന് ഞങ്ങൾ ശരിക്കും ഇത്രയും ടൈം യാത്ര ചെയ്താലും അതുപോലെ ഏകദേശം 270 കിലോമീറ്ററോളം ഉണ്ട്. എന്നാലും നമുക്ക് ആ ഒരു ടയർഡ്നെസ് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പോയി വന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ആ ടയർഡ്നെസ് ഇല്ലായിരുന്നു. എന്തായാലും അടിപൊളി യാത്രയായിരുന്നു. അപ്പം വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല കിടക്കാച്ചി വീഡിയോസുമായി വീണ്ടും കാണുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ദിസ് ഇസ് ജിംബി ജോയ് സൈനിങ് ഓഫ്. സീ യു ഗൈസ്. ഗുഡ് ബൈ.